ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ഒരു വൈഫൈ ക്യാമറയാണ്. CP+ എന്ന കമ്പനിയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വൈഫൈ ക്യാമറയാണ്. 180 ഡിഗ്രി ആംഗിളിൽ റൊട്ടേഷനും കാര്യങ്ങളുള്ള മോഡലാണ്. ഇത് കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാതായി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് അയച്ചു നോക്കാം. അപ്പോൾ നമ്മൾ അയച്ചു നോക്കാൻ പ്രത്യേകിച്ച് റിസ്ക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ക്ലാമ്പ് പോലെ ഒരു ഇതുണ്ടായിരുന്നു. അത് നമ്മൾ ക്ലിപ്പ് റിമൂവ് ചെയ്ത സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് തന്നെ അഴിഞ്ഞു പോകുന്നു. അയച്ചു നോക്കി സർക്യൂട്ട് നോക്കിയ സമയത്ത് പവർ സെക്ഷൻ ആണ് കംപ്ലയിൻറ്റ്സ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിന്ന് പവർ സെക്ഷനിൽ നിന്ന് വോൾട്ടേജ് കൊടുക്കാനായിട്ട് മുകളിലേക്കൊരു നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ട്രിപ്പ് തന്നെ ഉണ്ട്. മദർ ബോർഡ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മദർ ബോർഡായിട്ടാണ് നമുക്ക് തോന്നിയത്. ഈ ഒരു ഡിവൈസ് അഴിക്കുന്നതിനെക്കാട്ടും ഉണ്ടായിരുന്നത് ഇതിൻ്റെ പവർ സെക്ഷൻ്റെ ബോർഡിൽ നിന്നും ക്യാമറയിലേക്ക് വരുന്ന കണക്ടർ അഴിച്ചെടുക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ സെൻറ്റർ ഉണ്ടായിരുന്ന മോട്ടർ, ഈ മോഡലിൽ 2 മോട്ടർ വരുന്നുണ്ട്. ഒന്ന് ഈ പവർ സെക്ഷൻ്റെ ഭാഗത്തും രണ്ടാമത്തത് നമ്മുടെ ക്യാമറയുടെ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോട്ടർ അയച്ചെടുത്തു. മോട്ടർ കൃത്യമായ രീതി 2 സ്ക്രൂവിലായിരുന്നു. ആ 2 സ്ക്രൂവിൽ കറക്റ്റായിട്ട് അയച്ചെടുത്തു. ഈ ഒരു ഡിവൈസിൽ ചെക്ക് ചെയ്ത സമയത്താണ് നമ്മൾ കണ്ടത്, സാധാരണ ക്യാമറയിലൊക്കെ വൈഫൈ ത്രൂ ആണ് കണക്ട് ചെയ്ത് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വൈഫൈ ത്രൂ നമുക്ക് വേറെ ഒരു ഡിവൈസിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ടോ ഒക്കെ കണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ അതിന് പുറമെ ലാൻ കണക്ഷൻ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വൈഫൈ ഇല്ലാത്ത അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്യാത്ത ഒരു സ്ഥാപനത്തിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ലാൻ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലാൻ കണക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഈ മോഡൽ കുറച്ച് പഴയ മോഡലായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വരുന്ന പുതിയ മോഡലിലൊക്കെ ഇൻറ്റേർണൽ ബാറ്ററി സംവിധാനമുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥാപനത്തിൽ UPSോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻവെർട്ടറോ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിവൈസിൽ ചാർജ് ആയിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറാസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ DVR വെച്ചിട്ട് യൂസ് ചെയ്തതിനെക്കാട്ടും ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസായിട്ട് എനിക്കിത് ഫീൽ ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിലേക്ക് സാധാരണ ഉപയോഗിക്കുന്ന മാതിരി മെമ്മറി കാർഡിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ആവുന്ന രീതിയിൽ, ഡാറ്റ കോപ്പി ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനു പുറമെ നമുക്ക് ഇൻ്റർനെറ്റ് ത്രൂ നമുക്ക് മറ്റൊരു സർവറിലേക്ക് ഒന്നെങ്കിൽ NAS സ്റ്റോറേജ് ആക്കി സർവറിലേക്കോ അല്ലെങ്കിൽ ക്ലൗഡ് സർവറിലേക്കോ ആയി നമുക്ക് ബാക്കപ്പ് ചെയ്യാം. ഇത് സാധാരണയുള്ള ക്യാമറ സിസ്റ്റത്തിലെല്ലാം ഉണ്ടെങ്കിലും നമ്മളൊരു ചെറിയ ഡിവൈസായിട്ട് പരിഗണിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇതിൽ കംഫർട്ടാണ്. അതിനൊന്നും എക്സ്ട്രാ ക്യാഷ് അധികം പല കമ്പനിയുടെ പ്രൊഡക്റ്റിനും അധികം എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന അധികം എല്ലാ ഡിവൈസിലും ക്ലൗഡ് സ്റ്റോറേജും അതുപോലെ NAS സ്റ്റോറേജും യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ NAS സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻസ് എന്താണെന്ന് അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിലവിൽ നമ്മൾ ഒരു ക്യാമറ കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ആ സമയത്ത് കള്ളൻ വന്ന് ക്യാമറ മോഷ്ടിച്ചാലും അതുവരെയുള്ള റെക്കോർഡ് കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മളെ ആ സ്ഥാപനത്തിൽ ആ സമയം ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ആ ഡാറ്റാസ് മുഴുവൻ ട്രാൻസ്ഫർ ആവും. അതായത് എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു കള്ളൻ കടയിൽ കയറി ക്യാമറ മോഷ്ടിച്ച് പോയാൽ പോലും അതിൻ്റെ സർവറിലേക്ക് ആ സമയം വരെയുള്ള ഡാറ്റാസ് റെക്കോർഡായിട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ക്ലൗഡ് സർവറും NAS സ്റ്റോറേജിൻ്റെ സർവറും കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള മെയിനായിട്ടുള്ള ഗുണം. ചാർജിങ് പോർട്ട് ചാർജിങ് ഇൻ്റർഫറൻസ് ആയതുകൊണ്ട് അത് നമ്മൾ റീപ്ലേസ് ചെയ്യാണ് പതിവ്. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വാട്ടർ ഗൺ ഉപയോഗിച്ചിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിലേതെങ്കിലും ഭാഗത്ത് ഉരുകുന്ന ഭാഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കവർ ചെയ്യുന്ന രീതിയിലേക്ക് കൊടുക്കണം. നോർമലായി ഇതിൻ്റെ തൊട്ടടുത്ത് ലാൻ കണക്ഷൻ്റെ ഒരു കണ്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ടറുമാണ്. അത് പെട്ടെന്ന് തന്നെ ഉരുകി കഴിഞ്ഞാൽ അത് ഡാമേജ് ആകത്തില്ല. അതുകൊണ്ട് നമ്മളത് ജസ്റ്റ് ഒരു കവറിങ് കൊടുത്തു. എയർ ഗൺ ഉപയോഗിച്ച് ഏകദേശം ഒരു 250 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഏകദേശം
10 ഡിഗ്രി ആംഗിളിൽ 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മളത്, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എയർ കുറച്ച് നമ്മൾ ഹീറ്റാക്കുകയാണ്. ഹീറ്റാക്കി കഴിഞ്ഞാൽ ഈ ഹീറ്റാക്കി കഴിഞ്ഞ് അതിൻ്റെ നിന്നാണ് നമ്മൾ ഈ ചാർജിങ്ങിൻ്റെ പോർട്ട് റിമൂവ് ചെയ്തത്. ഇതിൻ്റെ ആൾറെഡി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ മദർ ബോർഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹീറ്റാക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഹീറ്റാക്കി കഴിഞ്ഞാലോ അത് ബോർഡ് ബൾജ് ചെയ്യാനുള്ള സാധ്യതകളൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മൾ ഓട്ടോഗൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചാർജിങ്ങിൻ്റെ പിന്ന് റിമൂവ് ചെയ്തു. ചാർജിങ്ങിൻ്റെ പിന്ന് റിമൂവ് ചെയ്ത് നോക്കിയ സമയത്ത് അതിൽ വി ബസ്സിൻ്റെ കണക്ഷൻ, അതായത് ചാർജിങ് പോസിറ്റീവിൻ്റെ കണക്ഷൻസ് ഫംഗസ് വന്ന് കണക്ഷൻ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ ആ ഭാഗം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ നമ്മളത് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തു. സാധാരണ ക്ലീൻ ചെയ്യാനും അതിൽ സോൾഡറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലെഡാണ്. പക്ഷെ ഞാനിവിടെ ഉപയോഗിച്ച PPD ആണ്. PPD ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചാർജിങ് പിന്ന് അതിൽ ഫിറ്റാകാൻ വേണ്ടിയിട്ടാണ്. അത് ഫിറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റുള്ള കമ്പോണൻസിനൊക്കെ ഡാമേജ് പറ്റും. അപ്പോൾ നമ്മൾ ചാർജിങ് പിന്ന് ഇത് ഫിറ്റാക്കിയിട്ടുണ്ട്. ഫിറ്റാക്കിയതിന് ശേഷം തൊട്ടടുത്ത കമ്പോണൻസോ കാര്യങ്ങളൊക്കെ ഡാമേജോ കാര്യങ്ങളില്ല. ബാക്കിയുള്ള മദർ ബോർഡിലെ ഷോർട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ചാർജർ കണക്ട് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അവിടെ മുകളിൽ ലൈറ്റ് കത്തുന്നത് കണ്ടു. ഇനി അതിൻ്റെ മോട്ടർ ഓട്ടോമാറ്റിക് തന്നെ റൊട്ടേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു ഡിവൈസ് ഓൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ പവർ സപ്ലൈ കിട്ടുന്ന സമയത്ത് ആദ്യം ഇതിൻ്റെ താഴെയുള്ള മോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അതിന് ശേഷം അതിന് മുകളിലുള്ള ക്യാമറ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് സക്സസ് ആയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. വൺ സൈഡ് റൊട്ടേറ്റ് ചെയ്തു, അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്തു. മുകളിലെ ക്യാമറ അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറ വർക്കിംഗ് സക്സസ് ആയിട്ടുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് പഴയ കണ്ടീഷനാക്കി ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് നോക്കാം. പാക്ക് ചെയ്ത് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.